ഒരു മഴയുള്ള രാത്രി ഒരാൾ അയാളുടെ ഭാര്യയും കൂട്ടി ഒരു ലോങ് ഡ്രൈവ് പോവുകയായിരുന്നു. പക്ഷേ വഴിതെറ്റി വണ്ടി വേറെ വഴിക്കായിരുന്നു പോയത്. നല്ല മഴയായതുകൊണ്ട് ആ സ്ത്രീ നല്ല ഉറക്കമായിരുന്നു. അയാളുടെ ഭാര്യയെ നോക്കി അവരുടെ സന്തോഷകരമായ ലൈഫിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ വഴിയെ കുറുകെ വന്ന ആരെയോ ഇടിച്ചു തെറിപ്പിച്ചു. അപ്പോൾ തന്നെ അയാളും ഭാര്യയും വണ്ടി വിട്ട് പുറത്തിറങ്ങി. അയാൾ ആ ഇടിച്ചവന് എന്ത് പറ്റിയതെന്ന് നോക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചെന്നു. അവൻ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ശരീരം തിരിച്ചിട്ട് നോക്കി. അവൻ്റെ മുഖം ആകെ തകർന്ന് മോശമായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പേടിച്ചു പോയ അയാൾ ഉടനെ തന്നെ അയാളുടെ ഭാര്യയും കൂട്ടി അവനെ കാറിലിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. കാറിൽ പോകുമ്പോൾ തന്നെ അയാളുടെ ഭാര്യ പേടിച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് ടെൻഷൻ അടിച്ചുകൊണ്ട് അവൾ ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അതെന്താണെന്നറിയാൻ അവൾ തിരിഞ്ഞു നോക്കിയതും അയാൾ ഇടിച്ചു തെറിപ്പിച്ചവൻ എഴുന്നേറ്റ് നിൽക്കുകയാണിപ്പോൾ. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ രൂപം ഒച്ച വെച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ തന്നെ അയാൾ തടുത്ത് ഒരു അടി വെച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അവൻ ഒരു ബെൽറ്റ് എടുത്ത് അയാളെ കൊല്ലാൻ നോക്കി. അപ്പോൾ തന്നെ അയാൾ കാറിൻ്റെ ബ്രേക്ക് ചവിട്ടി പുറത്തിറങ്ങി. അവനെ വലിച്ചെഴുത്ത് പുറത്തിട്ട് ഒരു കല്ലെടുത്ത് അവൻ്റെ തല അടിച്ചു പൊളിച്ചു. അയാളുടെ അടിയിൽ അവൻ്റെ തല തകർന്നിരുന്നു. അത് കണ്ടതും അയാളുടെ ഭാര്യ നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും പേടിക്കേണ്ട, ഇവനെ ഇവിടെ തന്നെ കുഴിച്ചു മൂടാം എന്ന് അയാൾ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. കാറിലുണ്ടായിരുന്ന ഒരു മൺവെട്ടിയും ടോർച്ചും എടുത്ത് അവൻ്റെ ബോഡിയും തൂക്കി ഒരു കാട്ടിലേക്ക് അവർ നടന്നു. അവനെ കുഴിച്ചിടാൻ വേണ്ടി അയാൾ ഒരു കുഴിയെടുത്തു. ഈ കുഴി കുഴിച്ചിരുന്നതൊക്കെ അയാളുടെ ഭാര്യ കാറിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവനെ കുഴിച്ചു മൂടി മൺവെട്ടി കാറിൽ തന്നെ വെച്ചപ്പോൾ കാറിൽ മുഴുവൻ അവൻ്റെ രക്തമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അയാൾ കാറും എടുത്ത് അവിടെ നിന്നും പോയി. കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് അവർ പോയി. ഭാര്യയും അയാളും കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അയാൾ അവിടെ നിന്നും ടിഷ്യൂ പേപ്പർ എടുത്ത് കാറിലെ രക്തം മുഴുവൻ തുടച്ചു കളഞ്ഞു. തുടച്ച പേപ്പറൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുമ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ്റെ കുഴിച്ചിട്ട സ്ഥലത്ത് അയാളുടെ ഫിംഗർ പ്രിൻ്റ് പതിഞ്ഞ ലൈറ്റർ വെച്ച് മറന്നെന്ന്. ഉടനെ തന്നെ ഈ കാര്യം അയാളുടെ ഭാര്യനോട് പറഞ്ഞ് അയാൾ കാറുമെടുത്ത് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ എത്തി അയാൾ കാറിൽ നിന്ന് ഇറങ്ങി അവനെ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് ഓടി നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ലൈറ്റർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ കുഴിച്ചിട്ട സ്ഥലത്ത് അയാൾ നോക്കിയപ്പോൾ അവനെ കാണുന്നുണ്ടായിരുന്നില്ല. പകരം അവൻ്റെ കാൽപ്പാടുകൾ മാത്രമാണ് കണ്ടത്. അത് കണ്ട് പേടിച്ച് അയാൾ ഓടി അയാളുടെ കാറിൽ കയറി. അയാളുടെ ഭാര്യയെ ആക്കിയ ഹോട്ടലിലേക്ക് അയാൾ പോയി. അയാളുടെ ഭാര്യ അവിടെ ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അയാൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അയാളുടെ ഭാര്യ പോയ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ആരോ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പേടിച്ച് അയാൾ ബാത്റൂമിൽ കയറി നോക്കി. പക്ഷേ അവിടെ കണ്ടത് അവരുടെ ഒരു ചെരുപ്പ് മാത്രമായിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ പുറത്തിറങ്ങി അയാളുടെ ഭാര്യയുടെ പേര് ഉറക്കെ വിളിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു നോക്കി. പക്ഷേ ആ സ്ഥലം ക്ലോസ്ഡ് ആയിരുന്നു. ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ജനൽ വഴി നോക്കി. പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ലാൻഡ് ലൈൻ പോലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അയാളല്ലാതെ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ അയാൾ കാറെടുത്ത് അയാളുടെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയതെന്ന് അറിയാൻ വേണ്ടി കാറും എടുത്ത് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ മുമ്പിൽ എന്തോ വെളിച്ചം കണ്ണിലടിച്ചതും അയാൾ മിററിൽ നോക്കിയതും അയാൾ അടിച്ചു കൊന്നവൻ്റെ രൂപം പുറകിലെ സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അയാൾ ബ്രേക്ക് ചവിട്ടിയതും ആ കാർ സൈഡായി ആക്സിഡൻ്റ് ആവുകയാണ്. അയാൾ ആക്സിഡൻ്റായ ആ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ ടോർച്ച് അടിച്ചുകൊണ്ട് അവിടെ വരികയാണ്. ഉടനെ തന്നെ അയാൾ ആ പോലീസുകാരനോട് നടന്നതൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ ആ പോലീസുകാരൻ അയാളുടെ കാറും എടുത്ത് സത്യമാണോ എന്നറിയാൻ വേണ്ടി അയാളുടെ ഭാര്യയെ കാണാതായ ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ അവിടെ എത്തിയതും അയാൾ അവിടെയെല്ലാം ആ പോലീസുകാരനെ കാണിച്ചു കൊടുത്തു. അയാൾ ആ ഡോറൊക്കെ പൊളിച്ച് അയാളുടെ ഗണ്ണും എടുത്ത് അകത്ത് കയറി. അയാൾ അവിടുത്തെ മെയിൻ സ്വിച്ച് കണ്ടുപിടിച്ച് ഓൺ ചെയ്തപ്പോൾ അയാളുടെ ഭാര്യയുടേതല്ലാതെ ഒരുപാട് സ്ത്രീകളുടെ ബോഡിയും അവിടെ ഉണ്ടായിരുന്നു. ആ ശരീരമെല്ലാം അഴുകി വളരെയധികം നാറ്റത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ ഇത് കണ്ട് പേടിച്ചു പോയ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. ഉടനെ തന്നെ ഇതൊക്കെ അയാളാണ് ചെയ്തത് എന്ന് വിചാരിച്ച് ആ പോലീസുകാരൻ അയാളെ പിടിക്കാൻ കൂടി. അയാൾ പേടിച്ച് ആ പോലീസുകാരൻ്റെ കാർ എടുത്ത് വേഗതയിൽ തന്നെ അവിടെ നിന്ന് പോകുകയാണ്. അപ്പോൾ തന്നെ അയാളുടെ കാർ അവിടെ നിന്ന് ആക്സിഡൻ്റ് ആവുകയാണ്. ഉടനെ തന്നെ അയാൾ ആ വണ്ടിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ വിചാരിച്ചപ്പോൾ ഒരു വണ്ടി അയാളെ ഇടിച്ചു തെറിപ്പിച്ചു. അയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. അവളെ കണ്ടതും അയാൾ എഴുന്നേറ്റു. പുറകിലിരിക്കുന്ന അയാൾ മുമ്പിലുള്ള അയാളുടെ ഭാര്യയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ ഭാര്യ അയാളെ കണ്ടത് പേടിച്ച് അലറാൻ തുടങ്ങി. അപ്പോൾ തന്നെ അവളുടെ കൂടെയുള്ള ഒരുത്തൻ അയാളെ കണ്ടു. അയാൾ തിരിഞ്ഞു നോക്കിയതും അയാൾ തന്നെ ആയിരുന്നു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, താൻ ഒരു ടൈം ലൂപ്പിലാണ് പെട്ടിരിക്കുന്നത് എന്ന്.